ലോകരാഷ്ട്രങ്ങളുടെ ട്രെയിനുകളോട് കിടപിടിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ട്രെയിനുകൾ പുറത്തിറക്കി ഇന്ത്യൻ റെയിൽവേ കുതിപ്പ് തുടരുകയാണ്. മെട്രോ ട്രെയിനുകളും വിമാനത്തിനുള്ളിലെ സൗകര്യങ്ങളോട് കൂടിയ വന്ദേ ഭാരത് ട്രെയിനുമൊക്കെ ട്രാക്കിലാക്കി രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ കൂടി വരുന്നതോടെ ഇന്ത്യൻ റെയിൽവേ ലോക നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇപ്പോഴത്തെ രാജ്യത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ച് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ കൂടി ട്രാക്കിലാവുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വൈകാതെ സാധ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കഴിഞ്ഞു. 2026ഓടെ സ്വപ്നം പൂവണിയുമെന്നും 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെയാകും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂറത്തിനും ബിലിമോറയ്ക്കും ഇടയിലാണ് ഉദ്ഘാടന സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2028 പദ്ധതി പ്രകാരമുള്ള പാതയുടെ നിർമ്മാണം പൂർണ്ണമാകും. ബുള്ളറ്റ് ട്രെയിൻ കടലിനടിയിലൂടെയും കടന്നുപോകും. കടൽ തുരങ്കത്തിലൂടെ താനെയിൽ നിന്ന് മുംബൈയിലെത്തും. കടൽ തുരങ്കത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി 1.08 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. 2017 സെപ്റ്റംബറിലാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ 10,000 കോടി രൂപയും ഗുജറാത്ത് മഹാരാഷ്ട്ര സർക്കാരുകളിൽ നിന്ന് 5,000 കോടി രൂപ വീതവുമാണ് പദ്ധതി ചെലവിനായി വകയിരുത്തിയിട്ടുള്ളത്. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയിൽ നിന്ന് ബാക്കി തുക വായ്പയായി സ്വീകരിക്കും. ജപ്പാനിലെ ഷിൻകാൻസൺ സാങ്കേതിക വിദ്യയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസിന് ഉപയോഗിക്കുന്നത്. 2050ഓടെ 100ഓളം ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. ഈ സർവീസുകൾ ലക്ഷ്യമാക്കി ജപ്പാനിൽ നിന്ന് കൂടുതൽ ബുള്ളറ്റ് ട്രെയിൻ വാങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓൾ സ്റ്റോപ്പ് എന്നീ 2 തരത്തിലുള്ള സർവീസുകളാകും ഉണ്ടാകുക. ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിനുകൾ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള ദൂരം 2 മണിക്കൂറിനുള്ളിൽ മറികടക്കും. മറ്റ് സർവീസുകൾക്ക് ഏകദേശം 2 മണിക്കൂറും 45 മിനിറ്റും ആവശ്യമായി വരും. ഓരോ ദിശയിലും പ്രതിദിനം 35 ട്രെയിനുകൾ മന്ത്രാലയം ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ചിരകാല സ്വപ്നമായ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ രീതിയിലുള്ള വികസനമാണ് രാജ്യത്ത് നടപ്പിലാകുന്നത്. ഒപ്പം കേരളത്തിലും ചീറിപ്പായുന്ന ട്രെയിനുകൾ ഇടം പിടിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്കും അതിവേഗ ട്രെയിനുകൾക്കും സംസ്ഥാനത്തെ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് അനുകൂല ഘടകം. നിലവിൽ രാജ്യത്തോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഓടുന്നത് കേരളത്തിലോടുന്ന 2 ട്രെയിനുകളാണ്. സംസ്ഥാനത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നതും റെയിൽവേയുടെ പദ്ധതിയിലുണ്ട്. കേരളത്തിലെ കെ-റെയിൽ പദ്ധതിയോട് കേന്ദ്രത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപര്യാപ്തതയാണ് പദ്ധതി തള്ളാൻ കാരണം. മാത്രമല്ല, ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമി പോലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ പൂർണ്ണമായും റെയിൽവേയുടെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കെ-റെയിൽ നേരിട്ടതുപോലെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകില്ലെന്നത് അനുകൂല ഘടകമാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട്. ഡൽഹി വാരണാസി, ഡൽഹി അഹമ്മദാബാദ്, മുംബൈ നാഗ്പൂർ, മുംബൈ ഹൈദരാബാദ്, ചെന്നൈ ബാംഗ്ലൂരു മൈസൂർ, ഡൽഹി ചണ്ഡീഗഡ് അമൃത്സർ, വാരണാസി ഹൗറ എന്നിങ്ങനെ 7 ഇടനാഴികൾ നിലവിൽ പരിഗണനയിലുണ്ടെന്ന് 2022 കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ഇതിലൂടെ അടുത്ത ഘട്ടത്തിൽ കേരളത്തിലേക്ക് കൂടി ബുള്ളറ്റ് ട്രെയിനുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ.